ഇത് ഞാൻ ബ്രെഡ് ഗ്രാംസ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഇതിൽ ഞാൻ ഒരു സവാള ഇട്ടിട്ടുണ്ട്, ഇത്തിരി കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചിക്കൻ ഉണ്ട് കുറച്ചിങ്ങനെ ചതച്ചെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ച് അത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കാം നന്നായിട്ട്. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. ബാക്കി പ്രോസസ്സ് നമുക്ക് പതുക്കെ കാണാം കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം, ഞാൻ ഇട്ടിട്ടില്ല, ഇടാൻ പോവാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക, ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് 2 മുട്ട ഉടച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഗ്രാംസ് എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട, പിന്നെ ഇത് നമ്മൾ ബാറ്ററിനായിട്ട് തയ്യാറാക്കിയില്ലേ അതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പ് ആക്കാൻ പോണേ കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ബ്രെഡ് ഗ്രാംസിൽ മുട്ടയിൽ ആദ്യം നമ്മളാക്കി ഇങ്ങനെ, അതിന് ശേഷം നന്നായിട്ട് ഇതിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ഗ്രാംസിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇവിടെ തന്നെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് നമുക്ക് മാറ്റാം. അങ്ങനെ ഞാനിതെല്ലാം ചെയ്തെടുക്കട്ടെ. ഇത് ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, കാണിക്കാനായിട്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ആക്കാം കേട്ടോ. ഏത് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ആക്കാം, അല്ലെങ്കിൽ പിന്നെ ത്രികോണം മാതിരി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. നമ്മുടെ ഇഷ്ടം മാതിരി നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിൽ നമുക്ക് ഇത് ആക്കാനിട്ട് പിന്നെ ഇതേ മുട്ടയിൽ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിൽ നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്നിട്ട് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തികഞ്ഞില്ല, ബ്രെഡ് ഗ്രാം തികഞ്ഞില്ല, അപ്പോൾ ഞാൻ റസ്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട അതിന്. നമുക്ക് മീൻ വറുക്കണ മാതിരി തന്നെ ചെയ്തെടുക്കാം. എത്ര വേണമെങ്കിലും ഇടും ചെയ്യാം. അതാണ് പാൻ എടുത്താൽ ഉള്ള ഒരു ഉപയോഗം. സോറി, കണ്ടില്ല അല്ലേ. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം മറിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല സാധനം കഴിക്കാം. ഇത് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണം, അപ്പോൾ ടേസ്റ്റൊന്നും അല്ല അത്. ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മളെല്ലാം നല്ല സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയാണെങ്കിലും അധികം വേണ്ട കേട്ടോ, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, ഇതിങ്ങനെ ചെയ്താലും മതി. ഈ മറക്കണ മാതിരി തന്നെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല, നമുക്കിത് കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ? ഈവനിങ് സ്നാക്സ് എന്താ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കട്ട്ലൈറ്റാണ് കേട്ടോ ഇന്നത്തെ താരം. എന്നൊക്കെ ഇതാണ് നമ്മുടെ കട്ട്ലൈറ്റ്, കട്ടൻ ചായ. കട്ട്ലേറ്റ് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ചൂടുണ്ട്. ചിക്കൻ കട്ട്ലേറ്റാണ് കേട്ടോ. വേണ്ടേ ചിക്കൻ കട്ട്ലേറ്റ്? കഴിച്ച് നോക്കട്ടെ. അത് ചൂട്, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അടുത്തൊരാളുണ്ട്, ആൾ പറയാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.